ഹലോ ഫ്രണ്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. തിയറി പാർട്ടും അതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം പാർട്ടുമാണ്. അതായത് എല്ലാ ടോപ്പിക്സും തിയറി പാർട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. ദെൻ അതിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലം പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അതായത് നമ്മൾ സിവിൽ ഗേറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് മാക്സിമം മിനിമം ഒരു 10 മാർക്സ് ക്വസ്റ്റ്യനോളം ഈ സബ്ജക്റ്റിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കൂടുതലും ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. സോ നമ്മുടെ ഗേറ്റ് ക്ലാസ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ സബ്ജക്റ്റിൽ മെയിനായിട്ട് 14 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന തിയറി പാർട്ടിനെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും അതിന്റെ കൂടെ തന്നെ അതിനെ ഡിസ്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ആ തിയറി പാർട്ടിലുള്ള പ്രോബ്ലംസ് ആണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ആ ടോപ്പിക്സ് 14 ടോപ്പിക്സ് കാണിക്കാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 14 ടോപ്പിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കവർ ചെയ്തിരിക്കണം ഗേറ്റ് എഴുതുന്നതിന് മുന്നേ ആയിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 8th ചാപ്റ്റർ ആണ്, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സോയിൽ. സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന തിയറി പാർട്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സോയിൽ. സോ ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളൊരു ലോഡ് ആക്ട് ചെയ്യുവാണ് നമ്മുടെ സോയിലിൽ. സോ ആ ലോഡ് കാരണം എത്ര സ്ട്രെസ് നമ്മുടെ സോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യും, സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ലോഡ് ഇപ്പോൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്, ഈ പോയിന്റിൽ നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ വേറൊരു പോയിന്റ് അതിന്റെ അടുത്തുള്ളതോ അതിന്റെ ദൂരെയുള്ളതോ ആയിട്ടുള്ള വേറൊരു പോയിന്റിൽ എന്തുമാത്രം സ്ട്രെസ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് മെയിൻ ആയിട്ടും 2 ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ബോസിനസ് ഇക്വേഷനും സെക്കൻഡ് വൺ വെസ്റ്റർഗാർഡ് ഇക്വേഷനും. ഓക്കെ, സോ നമുക്ക് അതിലെ ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കാം. അതായത് നമ്മുടെ സോയിൽ ഇരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ഒരു ലോഡ് ആക്റ്റീവ് ആണ്. സോ നമുക്ക് അതിനെ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റിൽ ലോഡ് ആക്റ്റീവ് ആണ്. സോ ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ദിസ് ഇസ് അവർ പോയിന്റ്. ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ഈ പോയിന്റിൽ എന്തുമാത്രം സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം, ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. So this vertical distance is z. നമ്മൾ അതിനെ z എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Vertical distance is z and this horizontal distance r. Okay. So q എന്ന് പറയുന്ന പോയിന്റ് ലോഡ് കാരണം r എന്ന് പറയുന്ന പോയിന്റിൽ എന്തുമാത്രം സ്ട്രെസ് ആക്ട് ചെയ്യുന്നു അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ബോസിക്നെസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് z ആണ്, ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് r ആണ്. സോ അതിന്റെ ഫോർമുല ഇതാണ്, സിഗ്മ z is equal to 3/2 q by z square 1/1 plus r by z the whole square the whole raised to 5/2. ലോങ് ഇക്വേഷൻ ആണ്, ബട്ട് വി ഹാവ് ടു ബൈ ഹാർട്ട്. നമുക്കിത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നമ്മളിത് പഠിക്കണം. ഓക്കെ, 3/2 q by z square 1/1 plus r by z the whole square the whole raised to 5/2. ഇതിൽ q ആണ് നമ്മുടെ പോയിന്റ് ലോഡ്, z എന്താണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, r എന്താണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് ഏത് പോയിന്റിലാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസുമാണ് z ഉം r എന്ന് പറയുന്നത്. ഇതില് 3/2 into 1/1 plus r by z the whole square the whole raised to 5/2 നെ നമ്മൾ kb എന്ന് ഡിനോട്ട് ചെയ്യും, അതായത് ബോസിക്നെസ് കോഎഫിഷ്യന്റ്. സോ ഇക്വേഷൻ ഇങ്ങനെ മാറും, kb into q by z square. kb എന്താണ് 3/2 1/1 plus r by z the whole square the whole raised to 5/2 ആണ് kb യുടെ വാല്യൂ. ഇനി നമുക്ക് ഇക്വേഷൻ ഡയറക്ട്ലി എല്ലാ സോയിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കണ്ടീഷൻസ് ഉണ്ട്, അതായത് അസംഷൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സോയില് ഹോമോജീനിയസ് ആയിരിക്കണം. ഹോമോജീനിയസ് ആയിട്ടുള്ള സോയിൽ ആയിരിക്കണം. ദെൻ ഐസോട്രോപിക്കും ആയിരിക്കണം.
ഈ രണ്ട് ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഹോമോജീനിയസ്? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ എടുക്കുമ്പോൾ ആ ഡയറക്ഷനിലുള്ള എല്ലാ പോയിന്റ്സിനും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കണം. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ എല്ലാ ഡിഫറെന്റ് പോയിന്റ്സിനും ഒരേ പ്രോപ്പർട്ടി ആവുന്നതാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ദെൻ ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല ഡയറക്ഷൻസിൽ, ഡിഫറെന്റ് ഡയറക്ഷൻസിലെ എല്ലാ പോയിന്റ്സിലും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, സോ അത് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനിലെ എല്ലാ ഡിഫറെന്റ് പോയിന്റ്സിലെയും പ്രോപ്പർട്ടി സെയിം ആയിരിക്കണം. ഐസോട്രോപിക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡയറക്ഷൻസിലെ ഓരോ പോയിന്റ്സിലെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഐസോട്രോപിക്. സോ സോയിൽ ഷുഡ് ബി ഹോമോജീനിയസ്, ഐസോട്രോപിക് ആയിരിക്കണം നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ. Then one more assumption, that is the soil should be semi-infinite. അതായത് സോയിൽ ഇൻഫൈനൈറ്റ് ആണ്. നമ്മൾ രണ്ട് ഡയറക്ഷനിലും സോയിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള സോയിൽ എന്നല്ല, ഇൻഫൈനൈറ്റ് ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സോയിലിനാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ അസംഷൻ. ഫസ്റ്റ് വൺ ഹോമോജീനിയസ് ആയിരിക്കണം, ഐസോട്രോപിക് ആയിരിക്കണം, സെമി ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഈ കണ്ടീഷൻസിലാണ്, ഈ അസംഷൻസിലാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ക്യൂ എന്ന് പറയുന്ന ലോഡ് വരുമ്പോൾ ഈ പോയിന്റിൽ എന്തുമാത്രം വെർട്ടിക്കൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കാൽക്കുലേറ്റ് ചെയ്യാം. റേഡിയൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വൺ മോർ ഇക്വേഷൻ ഉണ്ട്, റേഡിയൽ ഷിയർ സ്ട്രെസ്. സോ റേഡിയൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് is equal to sigma z. Sigma z ആണ് ഈ വെർട്ടിക്കൽ സ്ട്രെസ് into r by z. ഓക്കെ, ആ വെർട്ടിക്കൽ സ്ട്രെസ് into r by z. r എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, z എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡെപ്ത്. സോ ഈ ഫോർമുലയാണ് റേഡിയൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ബൊസിഗ്നസ് ഇക്വേഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഷാലോ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് വേരിയേഷൻ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് ഈ വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ, ഇവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുവാണ്. സോ ഹിയർ നമ്മുടെ ലോഡ് ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുവാണ് ക്യൂല്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിന്റെ വേരിയേഷൻ എങ്ങനെ വരും? അതായത് കറക്റ്റ് ഈ സെന്ററിലാവുമ്പോഴത്തേക്കും ആറിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ആറില്ല അല്ലെ, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇല്ല. സോ ആറിന്റെ വാല്യൂ 0 ആണ്. സോ നമുക്കിവിടെ സോൾവ് ചെയ്യുമ്പോൾ 3/2π എന്ന് കിട്ടും. സോ 0.478 എന്നാണ് ആ വാല്യൂ. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.478 ആയിരിക്കും. നമുക്കതിനെ അറിയാം, നമുക്ക് ലോഡ് വരുന്നതിന്റെ തൊട്ട് താഴെ ആയിരിക്കും എപ്പോഴും സ്ട്രെസ് മാക്സിമം അല്ലെ. ഇങ്ങോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? സ്ട്രെസ് കുറഞ്ഞു വരും. കുറഞ്ഞിട്ട് ഒരു ഇൻഫൈനൈറ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഈ വെർട്ടിക്കൽ സ്ട്രെസ് 0 ആകുന്നു എന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അതുവരെ ഈ ലോഡിന്റെ എഫക്റ്റ് കാണും. സോ നമ്മുടെ കർവ് ഇങ്ങനെ വരും. ഇവിടെയാണ് മാക്സിമം വാല്യൂ, ദെൻ ഇത് റെഡ്യൂസ് ചെയ്താണ് വരുന്നത്. രണ്ട് ഡയറക്ഷനിലോട്ടും അത് റെഡ്യൂസ് ചെയ്യും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സെന്ററിലായിരിക്കും. സോ ഇതാണ് സിഗ്മ ഇസഡിന്റെ വേരിയേഷൻ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ സിഗ്മ ഇസഡിന്റെ വേരിയേഷൻ പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫിഗർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള വേരിയേഷൻ നോക്കാം. സോ ഇത് നമ്മുടെ ലോഡാണ് ക്യൂ. വെർട്ടിക്കൽ പ്ലെയിനിൽ പറയുമ്പോൾ നമ്മളൊരു r ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ഒരു പ്ലെയിൻ അസ്യൂം ചെയ്യാണ്. ഹിയർ ഇവിടെ എന്ന് പറയുന്ന മാക്സിമം സ്ട്രെസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് r/z വാല്യൂ 0.819 ആവുന്ന കേസാണ്. ഇത് കണ്ടുപിടിച്ചത് ഒരു ഡെറിവേഷനിലൂടെയാണ്. സോ നമുക്ക് അതിവിടെ ആവശ്യമില്ല. ഈ വാല്യൂ നമ്മൾ ഓർത്തിരിക്കാം. r/z വാല്യൂ 0.819, ആ വാല്യൂയിൽ എത്തുമ്പോഴാണ് സ്ട്രെസ് മാക്സിമം. സോ ഇതാണ് ആ 819 എങ്കിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്ന ഹിയർ ആണ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. r/z വാല്യൂ 0.819 ആകുമ്പോൾ വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ വാല്യൂ മാക്സിമം ആണ്. സോ ഇതാണ് സിഗ്മ ഇസഡിന്റെ വേരിയേഷൻ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി നമുക്ക് എന്താണ് ഐസോബാർ എന്ന് നോക്കാം. ഓക്കെ, ഐസോബാർ. ഓക്കെ, സോ നമ്മുടെ സോയിലിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ക്യൂ എന്ന് പറയുന്നത്. സോ ഈ പോയിന്റ് ലോഡ് കാരണം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും നമ്മുടെ സോയിലിൽ. ഓക്കെ, ഐസോബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കർവ് ഓർ എ കോണ്ടൂർ കണക്ടിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ്. ഈ സ്ട്രെസ് വാല്യൂ ഈക്വൽ ആകുന്ന പോയിന്റ്സ്, ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ് ഉള്ള പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന കർവിനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ ഒരു കോണ്ടൂർ. കോണ്ടൂർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈക്വൽ എലിവേഷനുള്ള പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന സർവേയിൽ യൂസ് ചെയ്യുന്ന ടേം ആണ് കോണ്ടൂർ. ഇവിടെ എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ് ഉള്ള പോയിന്റ് കണക്ട് ചെയ്യുന്ന ഒരു കർവ് ആണ് ഐസോബാർ. സോ ഈ പോയിന്റ് ലോഡ് കാരണം സ്ട്രെസ് ഈ പോയിന്റ്സിലെല്ലാം ഡെവലപ്പ് ചെയ്യും.
സോ ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ് ഉള്ളതിനെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. ഐസോബാർ ആണ്. സോ ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഐസോബാർ. ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് ഐസോബാർ. ദെൻ ഐസോബാറിന്റെ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ, നമ്മൾ ഇതിന്റെ ഒരു വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനെയും കണ്ടിട്ടുണ്ട്. വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് എൻ ഐസോബാർ, ഇറ്റ് ഈസ് ലെമൺ സ്കേറ്റ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലെമൺ സ്കേറ്റ് ആണ്. വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് എൻ ഐസോബാർ എന്ന് പറയും. അതുപോലെ ഐസോബാറിന്റെ ഇൻസൈഡിലുള്ള സോയിലിനാണ് പ്രഷർ കൂടുതൽ. ഐസോബാറിലെ സോയിലിനെക്കാട്ടിലും ഇൻസൈഡ് സോയിലിനാണ് പ്രഷർ കൂടുതലായിട്ട് വരുന്നത്. സോ അതാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഈക്വൽ വെർട്ടിക്കൽ സ്ട്രെസ് വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന കർവിനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട്. ഓക്കെ, ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട്. ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഏത് ഷേപ്പിലുള്ള ലോഡ് വന്നാലും അതിന്റെ താഴെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ബേസ് ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ്, ബൊസിഗ്നസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ചാർട്ട് മെയിനായിട്ട് കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാവും. ഈ ചാർട്ടിലുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാവും. ഇത് നമ്മുടെ ചാർട്ടാണ്. അതിനെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ടുള്ള റേഡിയൽ ലൈൻസ് ഉണ്ടാവും. ഇതെല്ലാം റേഡിയൽ ലൈൻസ് ആണ്. കോൺസെൻട്രിക് സർക്കിൾസും ഇന്റർസെക്ട് ചെയ്തുകൊണ്ടുള്ള റേഡിയൽ ലൈൻസും ഉണ്ടാവും. ഓക്കെ, ഇതില് m നമ്പർ ഓഫ് സർക്കിൾസ് ഉണ്ട്. ദെൻ r റേഡിയൽ ലൈൻസും ഉണ്ട്. r നമ്പർ ഓഫ് റേഡിയൽ ലൈൻസും ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ I എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഫോർമുല ഇതാണ് 1/m into r. ഓക്കെ, n നമ്പർ ഓഫ് സർക്കിൾസും r റേഡിയൽ ലൈൻസും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആയി കണ്ടുപിടിക്കാൻ 1/m into r. ഈ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമ്മളൊരു ലോഡഡ് ഏരിയയിൽ ഉണ്ടെങ്കിൽ അവിടെ ആ ലോഡിന് താഴെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ചാർട്ട് യൂസ് ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ചാർട്ട് നമ്മൾ ആ ലോഡഡ് ഏരിയയിൽ ഇതിന്റെ സെന്റർ പോയിന്റും ആ ലോഡഡ് ഏരിയയിൽ സെന്റർ പോയിന്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ പ്ലേസ് ചെയ്യും. ദെൻ എത്ര നമ്പർ ഓഫ് സെക്ടേഴ്സ്, ഇതിലെ എത്ര നമ്പർ ഓഫ് സെക്ടേഴ്സ് ആ ലോഡഡ് ഏരിയയിലുള്ളതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു എന്നുള്ള ആ നമ്പറാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. എത്ര നമ്പർ ഓഫ് സെക്ടേഴ്സ് 1 2 3 എന്ന് നമ്മൾ എത്ര സെക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യും. സോ അതിനെ നമ്മൾ n എന്ന് ഡിനോട്ട് ചെയ്യുന്നു. n നമ്പർ ഓഫ് സെക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല ഇതാണ്. വെർട്ടിക്കൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു I into n into q. ഇതാണ് ഫോർമുല. എന്തായിരുന്നു I? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. അതായത് നമുക്ക് m സർക്കിൾസും r റേഡിയൽ ലൈൻസും ഉണ്ടെങ്കിൽ 1/m into r ആണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. അത് I എന്ന് കിട്ടി. n എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് സെക്ടേഴ്സ് നമ്മുടെ ആ ലോഡഡ് ഏരിയ ഓക്കുപ്പൈ ചെയ്യും. നമ്മൾ ഈ ചാർട്ടിനെ അവിടെ വെക്കുമ്പോൾ അതിലെ എത്ര സെക്ടേഴ്സ് അത് ഓക്കുപ്പൈ ചെയ്യും അത് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്നതാണ് ആ നമ്പർ. സോ അതാണ് n എന്ന് പറയുന്നത്. q എന്ന് പറയുന്ന ലോഡിന്റെ ഇന്റൻസിറ്റി. സോ വെർട്ടിക്കൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു I into n into q. സോ വെർട്ടിക്കൽ സ്ട്രെസ് ഈക്വൽ ടു I into n into q. I എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. അതായത് m സർക്കിൾസും r റേഡിയൽ ലൈൻസും ഉണ്ടെങ്കിൽ 1/m into r. ഇവിടെ നമ്മുടെ വാല്യൂ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന 0.005 ആണ്. 1/200 ആണ് 0.005. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സെക്ടേഴ്സ് നമ്മൾ ഫൂട്ടിംഗ് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്, ആ ഒരു ലോഡ് വരുന്ന പോർഷൻ എത്ര നമ്പർ ഓഫ് സെക്ടേഴ്സ് ഓക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ് n. q ലോഡിന്റെ ഇന്റൻസിറ്റി in kilonewton per meter square or in kilogram per meter square. So this is our equation. Next topic എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഏരിയ ഉണ്ട്. അവിടെ ഒരു UDL ആക്റ്റീവ് ആണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്റ്റീവ് ആണ്. സോ അതിന്റെ താഴെ എന്തുമാത്രം വെർട്ടിക്കൽ സ്ട്രെസ് സോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഒരു സർക്കുലർ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ UDL ആക്റ്റീവ് ആണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്റ്റീവ് ആണ്. സോ അതിന്റെ z ഡെപ്ത് മാറിയിട്ട്
എന്തുമാത്രം വെർട്ടിക്കൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ പോയിന്റിൽ എന്തുമാത്രം വെർട്ടിക്കൽ സ്ട്രെസ് സർക്കുലർ ലോഡഡ് ഏരിയയിൽ യൂഡിയൽ ആക്ട് ചെയ്യുമ്പോൾ ആണ്. സോ നമ്മൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ ആംഗിൾ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ സ്മോൾ എ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഈ വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറയുന്നതാണ് ലോഡ് ഇന്റൻസിറ്റി, അതായത് ഇവിടെ ആക്ട് ചെയ്ത യൂഡിയലാണ് ക്യൂ എന്ന് പറയുന്നത്. കെ ഇൻറ്റു ക്യൂ ആണ് വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് ക്യൂബ് തീറ്റ. സോ ഫോർമുല ഇങ്ങനെ വരും. സിഗ്മ ഇസഡ് ഈക്വൽ ടു 1 മൈനസ് കോസ് ക്യൂബ് തീറ്റ ഇൻറ്റു ക്യൂ. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല. ഇനി ഒരു ഫോർമുലയും കൂടെ ഉണ്ട്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് 1 ബൈ 1 പ്ലസ് എ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ റൈസ് ടു 3/2. സർക്കുലർ ഏരിയയിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ക്യൂ ഇൻറ്റു 1 മൈനസ് 1 ബൈ 1 പ്ലസ് എ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്, ഇസഡ് ഡെപ്ത് ആണ്, ക്യൂ അതിന്റെ ലോഡ് ഇന്റൻസിറ്റി ആണ്. സോ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് ഓൺ സോയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ബേസിക് ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. പൊസിഗ്നസ് ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് വെസ്റ്റർഗാർഡ്സ് ഇക്വേഷൻ ആണ്. സോ വെസ്റ്റർഗാർഡ്സ് ഇക്വേഷൻ ഈ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സോയിൽസിനാണ്. സ്ട്രാറ്റിഫൈഡ് സോയിൽസ്, സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ ലെയർ ലെയർ ആയിട്ടുള്ള ഡിപ്പോസിഷൻ ഉള്ള സോയിലാണ്, അല്ലെങ്കിൽ സെഡിമെന്ററി ആയിട്ടുള്ള സോയിൽസിന്, അല്ലെങ്കിൽ വാർബ്ഡ് ക്ലേ. ഈ ടൈപ്പ് ഓഫ് സോയിൽസിലാണ് നമ്മൾ വെസ്റ്റർഗാർഡ്സ് തിയറി മെയിൻ ആയിട്ടും അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിന്റെ അസംഷൻ പറയുമ്പോൾ നമ്മൾ ബൊസിനസ് ഇക്വേഷനിൽ എന്ത് അസംഷൻസ് പറഞ്ഞു? സോയിൽ ഐസോട്രോപിക് ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്, അല്ലെ? ഇവിടെ ഏറ്റവും മെയിൻ ഡിഫറൻസ് അതാണ്. വെസ്റ്റർഗാർഡ്സ് തിയറിയിൽ നമ്മൾ പറയുന്നത് സോയിൽ അനൈസോട്രോപിക് ആണ്. ഐസോട്രോപിക് അല്ല, നമ്മുടെ സോയിൽ അനൈസോട്രോപിക് ആണ്. ആ കൺസിഡറേഷൻ വെച്ചിട്ടാണ് നമ്മൾ വെസ്റ്റർഗാർഡ്സ് തിയറി ഡിസൈൻ ചെയ്തത്. ഇവിടെ വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ സിഗ്മ ഇസഡ് എന്ന് പറയുമ്പോൾ ക്യൂ ബൈ ഇസഡ് സ്ക്വയർ 1 ബൈ പൈ 1 ബൈ 1 പ്ലസ് 2 ഇൻറ്റു ആർ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതാണ് ഇക്വേഷൻ. വെസ്റ്റർഗാർഡ്സിന്റെ ഇക്വേഷൻ ഇതാണ്. ക്യൂ ബൈ ഇസഡ് സ്ക്വയർ 1 ബൈ പൈ 1 ബൈ 1 പ്ലസ് 2 ഇൻറ്റു ആർ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഏത് വാല്യൂ ഓഫ് ആർ ബൈ ഇസഡിലാണ് വെസ്റ്റർഗാർഡ് ഇക്വേഷനും ബൊസിഗ്നസ് ഇക്വേഷനും സെയിം ആയിട്ട് വരുന്നത്, ആ സ്ട്രെസ് സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ 2 ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ ബൈ ഇസഡിന്റെ വാല്യൂ 1.5 എന്ന് കിട്ടും. 1.5 എന്ന് പറയുന്ന വാല്യൂവിൽ 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയാലും നമുക്ക് സെയിം വാല്യൂ വെർട്ടിക്കൽ സ്ട്രെസ് ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ബൊസിഗ്നസ് ഇക്വേഷനിൽ വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ന്യൂമാർക്സ് ചാർട്ടാണ് യൂസ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇവിടെ അതിന് പകരമായിട്ട് നമ്മൾ വെസ്റ്റർഗാർഡ്സ് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ട്. അതിന്റെ പേര് ഇതാണ്, ഫെനിക്സ് ചാർട്ട്. സോ ഈ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് വെർട്ടിക്കൽ സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ചാർട്ട് ബേസ് ചെയ്തിരിക്കുന്നത് വെസ്റ്റർഗാർഡ്സ് തിയറിയാണ്. സോ സ്ട്രെസ് ഇൻ സോയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മെയിൻ ഇക്വേഷൻസ് ആണ് പറഞ്ഞത്, ബൊസിഗ്നസ് ഇക്വേഷനും വെസ്റ്റർഗാർഡ് ഇക്വേഷനും. ബൊസിഗ്നസ് ഇക്വേഷനിൽ സോയിൽ ഹോമോജീനിയസ് ഐസോട്രോപിക് ആയിരുന്നു, സെമി ഇൻഫൈനൈറ്റ് ആണ്. വെസ്റ്റർഗാർഡിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് അനൈസോട്രോപിക് ആയിട്ടുള്ള സോയിലാണ്. ബൊസിഗ്നസിന്റെ ഫോർമുല നമുക്കറിയാം, 3/2 പൈ ക്യൂ ബൈ ഇസഡ് സ്ക്വയർ 1 ബൈ 1 പ്ലസ് ആർ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 5/2 ആണ്. ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്, 1 ബൈ പൈ ആണ്, ക്യൂ ബൈ ഇസഡ് സ്ക്വയർ 1 ബൈ 1 പ്ലസ് 2 ഇൻറ്റു ആർ ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ റേസ് ടു 3/2 ആണ്. ബൊസിഗ്നസ് ഇക്വേഷൻ ഷാലോ ഡെപ്തിൽ, ഷാലോ ഫൗണ്ടേഷനിലുള്ള സോയിൽസിനാണ് യൂസ് ചെയ്തത്. ഇത് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സെഡിമെന്ററി വാർബ്ഡ് ക്ലേ സോയിൽസിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബൊസിഗ്നസിൽ നമ്മൾ യൂസ് ചെയ്ത ചാർട്ട് എന്ന് പറയുന്നത് ന്യൂമാർക്സ് ഇൻഫ്ലുവൻസ് ചാർട്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഫെനിക്സ് ചാർട്ടാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺടാക്ട് പ്രഷർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കോൺടാക്ട് പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫൂട്ടിംഗ്, നമ്മുടെ ഫൗണ്ടേഷൻ സോയിലിൽ എന്തുമാത്രം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു അതിന്റെ ആ ഒരു ഡയഗ്രത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ആണ് എന്നുള്ളതും നമ്മുടെ സോയിലിന്റെ കണ്ടീഷനെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ റിജിഡ് ഫൂട്ടിങ്ങും ഉണ്ട്, ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങും ഉണ്ട്. സോയിൽ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലേ സോയിലും ഉണ്ട്, സാൻഡി സോയിലും ഉണ്ട്. സോ അതിന്റെ ഫിഗർ ആണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിജിഡ് ഫൂട്ടിങ്ങിന്റെ കാര്യം പറയാം. റിജിഡ് ഫൂട്ടിംഗ് ആണ് ക്ലേ സോയിലും സാൻഡി സോയിലും. ക്ലേ സോയില് റിജിഡ് ഫൂട്ടിംഗ് ആകുമ്പോൾ കേസ് ഇതാണ്. സോ ഫൂട്ടിംഗ് നമ്മുടെ ക്ലേ സോയിലാണ്, റിജിഡ് ഫൂട്ടിംഗ് ആണ്. ഇവിടെ ഫിഗർ ഇങ്ങനെയാണ്. മാക്സിമം കോണ്ടാക്ട് പ്രഷർ എപ്പോഴും എഡ്ജസിലായിരിക്കും. എഡ്ജസിലാണ് മാക്സിമം കോണ്ടാക്ട് പ്രഷർ. മിനിമം ആണ് സെന്ററിൽ മിനിമം ആണ്, എഡ്ജിൽ മാക്സിമം കോണ്ടാക്ട് പ്രഷർ ആണ്. സോ ഫിഗർ ഇങ്ങനെയാണ്. സോ ഹിയർ മാക്സിമം ആണ്, ഇവിടെ മാക്സിമം, ഇവിടെ വന്നിട്ട് ലെസർ ആണ്. നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. സാൻഡി സോയിലിന്റെ കേസ് പറയുകയാണെങ്കിൽ സാൻഡി സോയിലിൽ ഒരു റിജിഡ് ഫൂട്ടിംഗ് വരുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇവിടെ എന്തായിരുന്നു, എഡ്ജസിലായിരുന്നു മാക്സിമം കോണ്ടാക്ട് പ്രഷർ വന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ സെന്ററിലാണ് മാക്സിമം കോണ്ടാക്ട് പ്രഷർ വരുന്നത്, എഡ്ജിൽ മിനിമം ആയിരിക്കും. സോ ഫിഗർ ഇങ്ങനെ വരും. ഇവിടെ മിനിമം ആണ്, സെന്ററിലാണ് മാക്സിമം കോണ്ടാക്ട് പ്രഷർ വരുന്നത്. ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിന്റെ കേസിൽ കോണ്ടാക്ട് പ്രഷർ വേരിയേഷൻസ് ഒന്നുമില്ല. ക്ലേയിലാണെങ്കിലും സാൻഡിലാണെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് വേരിയേഷൻസ് ഇല്ല. സോ ഫിഗർ ഇങ്ങനെ വരും. ഇത് ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് ആണെങ്കിൽ വേരിയേഷൻസ് ഇല്ല. സ്ഥിരമായിട്ട് ഈ ഫിഗർ തന്നിട്ട് ഇത് ഏത് കേസാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആ കേസ് പറഞ്ഞിട്ട് ഇതിൽ ഏത് ഫിഗർ ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട് കോണ്ടാക്ട് പ്രഷറിന്റെ കേസിൽ. റിജിഡ് ഫൂട്ടിങ്ങിൽ മാത്രമായിരുന്നു അതിൽ ഡിഫറൻസ് വേരിയേഷൻസ് വരുന്നത്. ഫ്ലെക്സിബിളിൽ രണ്ട് കേസിലാണെങ്കിലും അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെ ആയിരിക്കും, വേരിയേഷൻസ് ഇല്ല. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സോയിലുള്ള മെയിൻ ആയിട്ടുള്ള തിയറി പാർട്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് എൻ ഐസോബാർ ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് എൻ ഐസോബാർ എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലെമൺ സ്കേറ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഗിവൺ ബിലോ റെപ്രസെൻറ്റ്സ് ദ കോണ്ടാക്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർനീത്ത്. സോ ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ വേരിയേഷൻസ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് റിജിഡ് ഫൂട്ടിംഗ് ആണ്. അതുപോലെ നമ്മുടെ എക്സ്ട്രീം എൻഡിലാണ് മാക്സിമം കോണ്ടാക്ട് പ്രഷർ ആൻഡ് മിഡിലിൽ വന്നിട്ട് മിനിമം ആണ്. സോ അത് ക്ലേയുടെ കേസാണ്. സോ ഓപ്ഷൻ എ ആണ്, റിജിഡ് ഫൂട്ടിംഗ് ഓൺ എ സാച്ചുറേറ്റഡ് ക്ലേ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, in a Newmark's influence chart for stress distribution, there are 10 concentric circles and 20 radial lines. The influence factor for chart is. ഇൻഫ്ലുവൻസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു 1/m into r. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്, r നമ്പർ ഓഫ് റേഡിയൽ ലൈൻസ്. ഹിയർ കോൺസെൻട്രിക് സർക്കിൾസ് നമ്പർ 10 and radial lines 20. So 1/10 into 20, answer will be 0.005. Option A ആണ് നമ്മുടെ ആൻസർ. Question number 4, Westergaard's formula for vertical stress values identical with the Boussinesq equation if r by z is. സോ r by zൻ്റെ ഏത് വാല്യൂവിലാണ് വെസ്റ്റർഗാർഡ്സ് ആൻഡ് ബോസിനസ് ഇക്വേഷൻ സെയിം വാല്യൂ തരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, r by zൻ്റെ വാല്യൂ 1.5 ആകുമ്പോഴാണ് ബോത്ത് ദി ഇക്വേഷൻ വിൽ ഗീവ് സെയിം വാല്യൂ. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് r by z വാല്യൂ ഗ്രേറ്റർ ദാൻ 1.5 ആ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ വെസ്റ്റർഗാർഡ് ഫോർമുല ആയിരിക്കും ഹയർ റിസൾട്ട് തരുന്നത്, ഹയർ വെർട്ടിക്കൽ സ്ട്രെസ് തരുന്നത്. r by z വാല്യൂ ലെസ് ദാൻ 1.5 ആണെങ്കിൽ ബോസിനസ് ഇക്വേഷൻ ആണ് ഹയർ വാല്യൂ തരുന്നത്. അത് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ് ഇങ്ങനെ വെർട്ടിക്കൽ സ്ട്രെസ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഈക്വൽ ടു 1.5. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സോയിലുള്ള തിയറി പാർട്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. സോ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.